ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചിലവരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അവരുടെ സിബിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ടും സിബിൽ റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട് സെറ്റിൽമെന്റ് അതിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കുറേ പേർക്ക് ഇത് എന്താ സംഭവം തന്നെ അറിയില്ല. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റ് എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. അത് ക്രെഡിറ്റ് കാർഡ് ക്ലോസിംഗ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ. നമ്മളിപ്പോൾ കുറേ പേര് ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റിൽ പെട്ടിട്ട് അടയ്ക്കാൻ പറ്റാണ്ട് ഇഷ്ടം ആൾക്കാർ ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിൽ ഫുള്ളുണ്ട്. എന്നുവെച്ചാൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡെപ്റ്റ് റീസെന്റ് നമ്മുടെ 2024 ഒരു എന്താ പറയുക ജൂൺ ജൂലൈ ആ റേഞ്ചിലൊക്കെ നമുക്ക് നമ്മുടെ RBI പുറത്തു വിട്ടുന്നു. ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ അപ്രൂവലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. RBIയുടെ സൈഡിൽ നിന്ന് വന്ന ലിമിറ്റേഷൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കി നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നോക്കി നോക്കുക. ഞാൻ ലിങ്ക് ആളുകളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാൻസ് കുറച്ച് ഒരു പ്രിഫറൻസ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഫുള്ളി 100% കിട്ടുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ. അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി പറഞ്ഞു വന്നത് ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡ്യൂ ഭയങ്കരമായിട്ട് എമൗണ്ട് ആയിട്ട് കൂടി അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ ബാങ്കായിട്ടോ ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റായിട്ടോ സംസാരിച്ചിട്ട് നമ്മളൊരു നോർമലി നമുക്കിപ്പോൾ ഒരു 1 ലക്ഷം രൂപ പെൻഡിങ് ഡ്യൂ ഉണ്ട്, നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ബാങ്ക് നമ്മൾ ഇത് കുറേ ചാർജിങ് കാര്യങ്ങളൊക്കെ വേണ്ട, പെട്ടെന്നൊന്നും സമ്മതിക്കുന്നില്ല. ബാങ്ക് നോർമലി ഒരു 50%, അതായത് 1 ലക്ഷത്തിന്റെ 50% അടച്ചിട്ട് ഇത് തീർക്കാൻ പറഞ്ഞിട്ട് ബാങ്ക് നോർമലി സമ്മതിക്കാറുണ്ട്. ഇത് ആക്ച്വലി ഒരു 2 പേരും തമ്മിലൊരു സെറ്റിൽമെന്റ് ആണ്. അതിനാണ് ആ വാക്ക് പറയുന്നത്. വെച്ചാൽ നമുക്കിത് ഫുൾ അടയ്ക്കാൻ പറ്റില്ല, അപ്പൊ ബാങ്കിനും നഷ്ടമാണ്. ഇത് അടച്ചില്ലെങ്കിൽ ഡ്യൂ കയറി പോയി തന്നെ ലീഗലി സംഭവമൊക്കെ പോകേണ്ടി വരും. അപ്പൊ അതിനായിട്ടും ഭേദം ഒരു എമൗണ്ട് അടച്ച് സെറ്റിൽ ചെയ്യുക. അതിനാണ് ആക്ച്വലി സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡിൽ. ഇത് ലോണിനും സംഭവത്തിനൊക്കെ വരുന്നുണ്ട്, എല്ലാത്തിനും വരുന്നുണ്ട്, മെയിനായിട്ട് ക്രെഡിറ്റ് കാർഡിനാണ് മാത്രം. അപ്പോൾ എല്ലാവരും വിചാരിക്കും അങ്ങനെയാണ് സുഖമല്ലേ, നമുക്ക് 1 ലക്ഷം രൂപ എടുത്തിട്ട് പിന്നെ കുറേ കാലം അടയ്ക്കേണ്ട, എന്നിട്ട് ലാസ്റ്റ് പകുതിയായിട്ട് അടച്ചാൽ പറയാം. അങ്ങനെയല്ല. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടല്ലോ, ക്രെഡിറ്റ് സ്കോർ ഉണ്ടല്ലോ, കഴിഞ്ഞ പണി അതിനെ ഫുള്ളി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് നോക്കണ്ട, ക്രെഡിറ്റ് കാർഡ് നോക്കണ്ട, ലോണും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ഫുള്ളി നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ഇത് നോർമലി ഒരു മിനിമം 5 to 10 years ഒക്കെയാണ് നോർമലി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക. അതായത് ഫുള്ളി പോകും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ട് പ്രൊഫൈൽ ഫുൾ പോകും. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് പതുക്കെ കയറ്റിക്കൊണ്ട് വരണം. എന്തായാലും നല്ല ടൈം എടുക്കും. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ സെറ്റിൽമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിയാണ് പിന്നെ കേട്ടോ. അതായത് നിങ്ങൾ പിന്നെ ആദ്യം തൊട്ട് ഒരു FD ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ലോണൊക്കെ എടുത്ത് പതുക്കെ പിന്നെയും നോർമലി എടുക്കാനായിട്ട് കൂടുതൽ ടൈം എടുക്കും, പിന്നെ ബിൽഡ് ചെയ്ത് വരാൻ. അപ്പോൾ പണിയാണ്. അപ്പോൾ എപ്പോഴും ഇതേപോലെ ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റിലേക്ക് ഒന്നും പോകാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ എഡ്യൂക്കേഷൻ ലോൺ വേണ്ടി വരും, കാർ ലോൺ വേണ്ടി വരും, ഹോം ലോൺ വേണ്ടി വരും, ചിലപ്പോൾ മാരേജ് ലോൺ വേണ്ടി വരും, അങ്ങനെ പല സംഭവത്തിൽ ലോൺ വേണ്ടി വരും. അപ്പോൾ ലോണിലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോടീശ്വരന്മാർ പോലും ലോൺ എടുത്തിട്ടാണല്ലോ സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നതൊക്കെ ബാക്കി കാര്യം, അത് പോട്ടെ. പക്ഷേ അങ്ങനെയാണ് സംഭവം ഫുൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആരും ലോൺ എടുക്കാണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ലോൺ എടുക്കാണ്ട് ജീവിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഭയങ്കര കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈ ക്ലാസ് റിച്ച് പീപ്പിൾസ് പോലും അവർ ലോൺ എടുത്തിട്ടാണ്, അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളൊക്കെ വേറെ, അത് പോട്ടെ, പക്ഷെ എടുത്തിട്ടാണ് ഇതുപോലെ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റ് ആൾക്ക് വേറെ പേര് ലോൺ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പോട്ടെ, നമ്മൾ ലോൺ എടുക്കാത്തതിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എന്തൊക്കെ ആവശ്യത്തിന് ലോൺ വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മെയിനായിട്ട് വരുന്ന ലോൺ എന്ന് പറഞ്ഞാൽ ഹോം ലോൺ, കാർ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ ആയിരിക്കും മെജോറിറ്റി ആൾക്കാർ എടുക്കുന്ന സംഭവം. എല്ലാ ആൾക്കാരും ഏതെങ്കിലും ലോൺ എടുക്കാണ്ടിരിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ റിപ്പോർട്ടിലേക്ക് വരാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ വേറെ രക്ഷയും സംഭവമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ പിന്നെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞാൽ സെറ്റിൽമെന്റ് തന്നെ ഓപ്ഷൻ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഡെപ്റ്റിൽ നിന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രക്ഷ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് വിട്ട് നിങ്ങൾക്ക് അറിയിക്കും ഭയങ്കര ഹൈ ഇൻട്രസ്റ്റാണ്. 1 ലക്ഷം ഒരു കൊല്ലം കൊണ്ട് തന്നെ ചിലപ്പോൾ 50% കൂടും ചിലപ്പോൾ ഇൻട്രസ്റ്റ് ടോട്ടൽ ഡ്യൂ ഒക്കെ. അപ്പോൾ അത് ആ കടത്തുനിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സെറ്റിൽമെന്റ് മാത്രം ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അത് തന്നെ എടുക്കാൻ വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റ്. ഇത് ലോൺ സെറ്റിൽമെന്റ് എന്നും പറയട്ടെ, ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റ് അല്ല. മെയിനായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റ് ആണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡാണ് എല്ലാവരും യൂസ് ചെയ്തിട്ട് ഡെപ്റ്റും കൂടുതൽ കൂടി കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ആക്ച്വലി ലോൺ സെറ്റിൽമെന്റ് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ മെയിൻ പറയാൻ കാരണം. അപ്പോൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് സെറ്റിൽമെന്റോ അല്ലെങ്കിൽ ലോൺ സെറ്റിൽമെന്റോ മാക്സിമം ചെയ്യാണ്ടിരിക്കുക. ചെയ്ത് കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് ആണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്തോളാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സർട്ടിഫിക്കേഷൻസ് അതൊക്കെ ഞാൻ ആക്ച്വലി ഷെയർ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ ലിങ്കുകളൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റും അതുപോലെ തന്നെ നമ്മുടെ
ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ ലിങ്ക് റെഫർ ലിങ്കോ ആരെങ്കിലും ഞാൻ താഴെ കൊടുത്തിട്ട് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ കുറച്ച് സ്പീഡ് കൂടി പോകുന്ന സംശയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്പീഡ് ഉണ്ട്. നോർമൽ സംസാരം എങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പീഡ് കൂടി സംസാരിക്കുന്നതല്ല. എൻ്റെ നോർമൽ മലയാളം ഇംഗ്ലീഷ് സംസാരമൊക്കെ ഇതുപോലെ തന്നെയാണ്. അത് ഇപ്പം കുട്ടിക്കാലം തൊട്ടേ കുറച്ച് സ്പീഡ് കൂടുതലാണ്. അതെന്തുകൊണ്ട് എനിക്കറിയില്ല. ഇടയ്ക്ക് നമ്മളിങ്ങനെ പറയുമ്പോൾ ചെറുതാക്കും, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സ്പീഡ് കൂടുന്നതാണ് കേട്ടോ. നമ്മൾ കൽപ്പിച്ചു കൂട്ടി സ്പീഡ് കൂട്ടി പറയുന്നതല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.